ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നൈക്കിയിൽ നിന്ന് സമ്മർ സെയിലിൽ കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് പറയാനുള്ളത്. ഇപ്പോൾ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഓർഡർ ചെയ്തത് നമ്മുടെ സമ്മർ സെയിലിൻ്റെ ആവുന്നതിന് തൊട്ട് മുന്നെയാണ് ഞാനിത് ഓർഡർ ചെയ്തത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ പ്രോഡക്റ്റ്സ് എൻ്റെ കൈ കിട്ടിയത് ഒത്തിരി ലേറ്റ് ആയിട്ടാണ്. ഇന്നലെയാണ് കിട്ടിയത് കേട്ടോ. അതാണ് ഞാൻ ഇത് ഈ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയത്. അപ്പോൾ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ്സ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാർട്ടിൽ ആഡ് ചെയ്യുക, വിഷ് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. നമുക്കിനി ഓഫറും കാര്യങ്ങളൊക്കെ വരും, അപ്പോൾ നമുക്ക് വാങ്ങാം. പിന്നെന്താ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ ഗൈസ്. പിന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കേണ്ട, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഈ ഡോട്ട് ആൻഡ് കീയുടെ ഈ സൺസ്ക്രീനാണ്. ഇത് SPF 50+ ഉള്ളതാണ്. വൈറ്റമിൻ C ഉണ്ട്. സൂപ്പർ ബ്രൈറ്റ് സൺസ്ക്രീൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെ ഡ്രൈനെസ് മാറ്റും. പിന്നെ ഓൾ സ്കിൻ ടൈപ്പിന് പറ്റുന്നതാണ് കേട്ടോ. ഇത് നല്ലൊരു സൺസ്ക്രീനാണ്. ഇതിൽ നമുക്ക് വൈറ്റമിൻ C ഉണ്ട് കേട്ടോ. ഇത് സൂപ്പർ ബ്രൈറ്റ് സൺസ്ക്രീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ടർ ലൈറ്റ് ഫ്ലൂയിഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നല്ല സൺസ്ക്രീനാണ്. ഡോട്ട് ആൻഡ് കീയുടെ ഞാൻ ഒത്തിരി റിവ്യൂസൊക്കെ നോക്കിയിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 445 ആണ് കേട്ടോ. പക്ഷേ എനിക്കിത് 383 കിട്ടി നമ്മുടെ സമ്മർ സെയിൽ. അപ്പോൾ നിങ്ങളൊട്ടും സങ്കടപ്പെടേണ്ട. ഞാനിപ്പോഴും പറയുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷ് ലിസ്റ്റിൽ ഇടുക. എന്നിട്ട് നമുക്കിനി ഓഫേഴ്സ് വരും, അപ്പോൾ വാങ്ങാം കേട്ടോ. ഞാൻ ഒത്തിരി റിവ്യൂസ് നോക്കിയിട്ട് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ നല്ല സൺസ്ക്രീനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടിപൊളിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ഒരു ഓയിലി കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ എനിക്ക് പറ്റുന്ന പ്രോഡക്റ്റ്സ് ആയിരിക്കില്ല നിങ്ങൾക്ക് പറ്റുന്നത്. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം വേണം ഓരോ പ്രോഡക്ട്സും നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങൾ ഏത് പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുന്നതിന് മുന്നായിട്ട് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. സ്കിൻ ടൈപ്പ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഓരോ പ്രോഡക്ട്സും വാങ്ങാവൂ കേട്ടോ. അതിനുശേഷം നിങ്ങൾ എന്തായാലും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ പിമ്പിൾസ് വരാനും ഇറിറ്റേഷൻസ് വരാനും ബ്രേക്കൗട്ട്സ് വരാനും എല്ലാം കാരണമാകും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ എനിക്ക് ഭയങ്കര നല്ല സൺസ്ക്രീനായിട്ട് തോന്നിയിട്ട് വാങ്ങിച്ചതാണ് ഈ സൺസ്ക്രീൻ ഡോട്ട് ആൻഡ് കീയുടെ. ഇതിന് മുന്നേയും ഞാനിത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അടിപൊളി സൺസ്ക്രീനാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ എല്ലാം എൻ്റെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ച പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലതെന്ന് തോന്നിയ പ്രോഡക്റ്റ്സ് മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരത്തുള്ളൂ. ഇതൊരു അടിപൊളി പ്രോഡക്റ്റ്സ് ആണ്. ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ വിഷ് ലിസ്റ്റ് ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഓഫേഴ്സ് വരുമ്പോൾ വാങ്ങാം കേട്ടോ. നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ ഈ മോയ്സ്ചറൈസറാണ് കേട്ടോ. 431 റുപ്പീസിനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് 495 ആണ്. അപ്പോൾ അത്രയും കുറച്ച് നല്ല വ്യത്യാസമുണ്ട്. ഇത് ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറാണ്. 72 hours നമുക്ക് മോയ്സ്ചറൈസർ തരും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഹൈലൂറോണിക് ആസിഡ് ഉണ്ട്. പാരബൻ ഫ്രീ ആണ്. ഓൾ സ്കിൻ ടൈപ്പിന് പറ്റുന്നൊരു മോയ്സ്ചറൈസറാണ്. അടിപൊളി മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഡോട്ട് ആൻഡ് കീയുടെ പ്രോഡക്റ്റ്സൊക്കെ നല്ല റിവ്യൂസ് ഉള്ള പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. അങ്ങനെ വാങ്ങിച്ചതാണ്. ഇതാണ് സംഭവം. നല്ല മോയ്സ്ചറൈസറാണ്. എനിക്ക് ഇങ്ങനെയാണ് പ്രോഡക്റ്റ്സ് കേട്ടോ. ഇങ്ങനെ ഫ്രാഗ്രൻസ് ഒട്ടുമില്ല. അതുകൊണ്ട് തന്നെ നല്ല പ്രോഡക്റ്റ്സ് ആയിരിക്കും. ഹൈലൂറോണിക് ആസിഡ് ഉണ്ട്. പാരബൻ ഫ്രീ ആണ്. പിന്നെ പ്രോബയോട്ടിക്സ് ഉണ്ട്. ഓൾ സ്കിൻ ടൈപ്പിന് പറ്റുന്നതാണ് കേട്ടോ. നല്ലതാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് വിഷ് ലിസ്റ്റ് ആഡ് ചെയ്തേക്കൂ. നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഈ ഡോവിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇതും നല്ലൊരു പ്രോഡക്റ്റാണ്. ഡോവിൻ്റെ സോപ്പ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നല്ലതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡോവിൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം ഇഷ്ടമാണ്. നല്ലതാണ്. കൂളിംഗ് ജെൽ ക്രീമാണ്. ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. പാരബൻ ഫ്രീ ആണ്. എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്നതാണ് കേട്ടോ. നമ്മുടെ ഡ്രൈനെസ് ഒക്കെ കുറയ്ക്കാൻ അടിപൊളിയായിട്ട് വർക്കാവും കേട്ടോ. ഈ മോയ്സ്ചറൈസർ അടിപൊളിയാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 330 ആണ്. പക്ഷേ എനിക്ക് കിട്ടിയിരിക്കുന്നത് 297 ആണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 330 ആണ്. എനിക്കിത് കിട്ടിയിരിക്കുന്നത് 297 റുപ്പീസിനാണ്. 297 റുപ്പീസിനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് പാരബൻ
ഫ്രീ ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, ഡ്രൈനെസ് എല്ലാം കുറയ്ക്കും, നല്ലൊരു മോയ്സ്ചറൈസറാണ്, അടിപൊളിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ. ഞാൻ എന്തായാലും ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കും. നെക്സ്റ്റ് നമ്മുടെ ഒരു ഫേസ് വാഷാണ്, ക്ലെൻസറാണ്. ഇതെന്ന് പറയുന്നത് ബയോട്ടിക്കിൻ്റെ പിമ്പിൾ കൺട്രോൾ ഫേസ് വാഷാണ് കേട്ടോ. അടിപൊളി ഫേസ് വാഷാണ്. ഇതും നല്ലൊരു ഫേസ് വാഷാണ്. ഇടയ്ക്ക് ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്. നല്ലൊരു ഫേസ് വാഷാണ് കേട്ടോ. ഇത് പിമ്പിൾ കൺട്രോൾ ഫേസ് വാഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബയോട്ടിക്കിൻ്റെ നീമുണ്ട്, നീമിൻ്റെ എക്സ്ട്രാക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ പിമ്പിൾ കൺട്രോൾ ചെയ്യാൻ അടിപൊളിയാണ്. ഞാൻ ഇതിന് മുന്നേ ഒരു ജോവീസിൻ്റെ ഫേസ് വാഷ് കാണിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് മെയിനായിട്ടുള്ളത് നീമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പിമ്പിൾസൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ അടിപൊളിയായിട്ട് ഇത് ഹെൽപ്പാക്കും. അപ്പോൾ ഇതാണ് ബയോട്ടിക്കിൻ്റെ ഈ ഫേസ് വാഷ്. ഇതിന് റേറ്റ് വന്നിട്ട് 265 ആണ്. ഇതെനിക്ക് ഓഫറിലാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നല്ലൊരു ഫേസ് വാഷാണ്. ഇതിന് കുറച്ചൊരു മണമുണ്ട് കേട്ടോ, ചെറുതായിട്ടൊരു ഫ്രാഗ്രൻസ് ഉണ്ട്. പക്ഷേ എന്തെങ്കിലും നല്ലൊരു ഫേസ് വാഷാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നെങ്കിൽ നിങ്ങൾ വാങ്ങൂ. ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുത്തേക്കാം. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഈ നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ തന്നെ ഒരു മോയ്സ്ചറൈസറാണ്. 72 hour ഹൈഡ്രേറ്റിംഗ് ജെൽ മോയ്സ്ചറൈസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ റിവ്യൂസ് എല്ലാം കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്കിടെ ഈ പ്രോഡക്ട്സ് ഇതും അടിപൊളി റിവ്യൂസൊക്കെ ഉള്ളതാണ്. ഇതിന് മുന്നേയും ഞാൻ ഇതിൻ്റെ ഒരു ബോക്സ് ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ വാങ്ങിച്ചതാണ് വീണ്ടും. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ വിഷ് ലിസ്റ്റിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷ് ലിസ്റ്റ് ആഡ് ചെയ്യൂ. അതിനുശേഷം നമുക്ക് ഓഫേഴ്സ് വരുമ്പോൾ വാങ്ങാം. നല്ല മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇതിന് മുന്നേയും ഞാനൊരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരുപോലത്തെ സ്കിൻ ടൈപ്പ് അല്ല കേട്ടോ. നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പോൾ എനിക്ക് സ്യൂട്ടബിൾ ആവുന്ന എല്ലാ പ്രോഡക്ട്സും നിങ്ങൾക്ക് ചിലപ്പോൾ സൂട്ട് ആവണം എന്നില്ല. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഓരോ പ്രോഡക്ട്സ് ഉപയോഗിക്കാവൂ. ഇതെൻ്റെ ജെന്യുവൻ ആയിട്ടുള്ള റിക്വസ്റ്റ് ആണ്. ഓയിലി സ്കിൻ ആണെങ്കിൽ പോലും ചില മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒന്നും എനിക്ക് ചേരത്തില്ല. പക്ഷേ അത് നിങ്ങൾക്ക് ഫേസ് എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സാധനങ്ങൾ നന്നായിട്ട് നോക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ആദ്യം മനസ്സിലാക്കണം. അതിനുശേഷം നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന പ്രൊഡക്ട്സ് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവൂ. നിങ്ങൾ ഉപയോഗിക്കുന്നതിന് മുന്നേ ചെറുതായിട്ടൊന്ന് പാച്ച് ടെസ്റ്റ് ഇവിടെ ചെയ്ത് നോക്കൂ. അതിനുശേഷം ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കണം കേട്ടോ. എനിക്കും നല്ല അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. നമുക്കിപ്പം നല്ല പ്രോഡക്ട്സ് എന്ന് വിചാരിച്ചിട്ട് ഉപയോഗിച്ചിട്ട് ഞാൻ ഒരു പാച്ച് ടെസ്റ്റും ചെയ്യാതെ ഉപയോഗിച്ചു. അപ്പോൾ എൻ്റെ മുഖത്ത് ഫുള്ളും ആക്നീസും ഒത്തിരി പിമ്പിൾസും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ആക്നീസും പിമ്പിൾസൊക്കെ വന്നിട്ടുണ്ട്. നല്ല പ്രശ്നമായി. ഇപ്പോഴും ഒത്തിരി കുരുക്കളുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കുരുക്കളല്ല, പാടുകളുണ്ട്. വന്നിട്ട് പോയിട്ടില്ല, അതിൻ്റെ പാടുകളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ നോക്കാതെയൊക്കെ ഉപയോഗിച്ചാലേ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഓരോ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കാവൂ കേട്ടോ. എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിച്ച പ്രോഡക്റ്റ്സ് തന്നെയാണ് കേട്ടോ ഇതൊക്കെ. അല്ലാതെ പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല. അതുകൊണ്ട് എൻ്റെ സൺസ്ക്രീനൊക്കെ തീർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ ഈ സൺസ്ക്രീൻ വാങ്ങിച്ചത്. മോയ്സ്ചറൈസർ ഡോട്ട് ആൻഡ് കീയുടെ ഞാൻ ഇതിന് മുന്നേ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായ മോയ്സ്ചറൈസറാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അല്ലാതെ ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ. താങ്ക് യു.